സിറിയയിൽ IS നടത്തിയ ആക്രമണത്തിൽ 2 US സോൾജിയേഴ്സും ഒരു ഇന്റർപ്രറ്ററും കൊല്ലപ്പെട്ടു. ഷൂട്ട് ചെയ്ത ആളും കൊല്ലപ്പെട്ടിരിക്കുന്നു. യുഎസിലെ ബ്രൗൺ യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് കെട്ടിടത്തിൽ വെടിവയ്പുണ്ടായി. 2 പേർ മരിച്ചു, 8 പേർക്ക് പരിക്ക്. ഒമാൻ ഉൾക്കടലിൽ നിരോധിത ഡീസൽ ഇന്ധനവുമായി പോയതായി ആരോപിക്കപ്പെടുന്ന ഒരു എണ്ണ ടാങ്കർ ഇറാനിയൻ അധികൃതർ പിടിച്ചെടുത്തു. ഇന്ത്യക്കാർ, ബംഗ്ലാദേശികൾ, ശ്രീലങ്കൻ പൗരന്മാർ എന്നിവരുൾപ്പെടെ 18 ജീവനക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത്. നേപ്പാളിൽ വ്യാജവും നിർബന്ധിതവുമായ വിവാഹങ്ങൾ വർദ്ധിക്കുന്നു. ചൈനീസ് പുരുഷന്മാരുമായി വിവാഹങ്ങൾക്ക് സ്ത്രീകളെ നിർബന്ധിക്കുന്നു. ക്രിസ്മസ് മാർക്കറ്റിൽ ആളുകളുടെ ഇടയിലേക്ക് വാഹനം ഇടിച്ചുകയറ്റാനുള്ള ഇസ്ലാമിക തീവ്രവാദികളുടെ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന 5 പേരെ ജർമ്മൻ അധികൃതർ ശനിയാഴ്ച അറസ്റ്റ് ചെയ്തു. കരിങ്കടലിൽ തുർക്കി കപ്പലിൽ റഷ്യ ആക്രമണം നടത്തിയെന്ന് യുക്രൈൻ ആരോപിച്ചു. ഫിലിപ്പൈൻസ് മത്സ്യത്തൊഴിലാളികളെ ലക്ഷ്യം വച്ചുള്ള ചൈനീസ് കപ്പലുകളുടെ വീഡിയോ മനില പുറത്തുവിട്ടതിനെ തുടർന്ന് ദക്ഷിണ ചൈന കടലിലെ സംഘർഷം രൂക്ഷമായി. ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസിന്റെ ആയുധ മേധാവിയെ ഇസ്രയേൽ കൊലപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ കേരളത്തിലെ വിവിധയിടങ്ങളിൽ അക്രമം അഴിച്ചുവിട്ട് CPM പ്രവർത്തകർ, കോൺഗ്രസ് ഓഫീസിന് നേരെ ബോംബേറ്. നടിയെ ആക്രമിച്ച കേസിന്റെ വിധി ഊമക്കത്തായി പ്രചരിച്ചതിന് പിന്നിൽ ആരെന്ന് അന്വേഷിക്കണമെന്ന് DGPക്ക് പരാതി നൽകി അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസ്.